തിരുവനന്തപുരം സ്വദേശി സുരേഷ് കുമാറിന്റെ ഭാര്യ സുനിത. ഒരു മകളാണ് അവർക്കുള്ളത്. 4.5 വർഷമായി കുവൈറ്റിലേക്ക് വീട്ടുജോലിക്കായി പോയതാണ്. ഇതിനിടയിൽ ഇതുവരെ വന്നിട്ടില്ല. വരാൻ പറ്റാഞ്ഞിട്ടല്ല, വേറെ ആരുടെയോ കൂടെയാണ് അവിടെ താമസമെന്നാണ് അറിഞ്ഞിട്ടുള്ളത്. ഭാര്യയെ വിട്ടുകിട്ടാനായി ഇവിടെ വന്നിട്ടുള്ളത് ഭർത്താവ് സുരേഷാണ്. മാമനെയും കൂട്ടി വന്നിട്ടിരിക്കുകയാണ് പ്രവാസ ലോകത്തിനയുടെ മുമ്പിൽ. നമുക്ക് ചോദിക്കാം വിശദമായിട്ട്. സുനിതയുടെ നാട് എവിടെ? എൻ്റെ കുറ്റിച്ചലാണ്. കുറ്റിച്ചൽ ഇവിടെ അടുത്താണ്. കുറ്റിച്ചൽ കാട്ടകട കുറ്റിച്ചൽ ചപ്പാത്ത്. നിങ്ങളോ? നെയ്യാറ്റിങ്ങ പെരുമ്പള്ളി. ഒരു പോയിട്ട് എത്ര കൊല്ലായി? ഇപ്പം പോയിട്ട് 2013 ഫെബ്രുവരി 7-ാം തീയതി പോയി. പോയതിന് ശേഷം ഈ 3.25 വർഷം കഴിഞ്ഞിട്ട് വന്നിട്ട് 1 മാസം ചില്ലറ ദിവസം നിന്നിട്ട് അവൾ അങ്ങ് പോയി. പക്ഷേ ഈ 3.25 വർഷം വരെ എന്നിട്ട് ഇവളെ ഭാര്യയുടെ അമ്മ കുവൈറ്റിലാണ്. അതായത് ഇവരുടെ അമ്മ കുവൈറ്റിലാണ്. കുവൈറ്റില്. അപ്പൊ അമ്മയുടെ കൂടെയാണോ താമസിക്കുന്നത്? അല്ലല്ല, ഇവര് വേറെയാണ്. ഇവര് വേറെയാണ്. അപ്പോഴേ ഇവളെ അമ്മ കുവൈറ്റിൽ നിന്ന് കുവൈറ്റിലായിരുന്ന സമയത്താണ്. അപ്പം 15 ദിവസത്തെ ലീവിന് വന്നിട്ട് മോളെ കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോകാതെ 3-ാം സ്ഥാനം വേറെ ബാലരാമപുരം നെല്ലിവിള കോളനിയിലുള്ള അനീഷ് എന്ന് പറഞ്ഞ ഒരു ചെറുപ്പക്കാരൻ്റെ കൂടെയാണ് ഇവളെ അമ്മ പറഞ്ഞു വിട്ടത്. എന്നിട്ട് ഇവളെ അമ്മ വരാതെ 3-ാം സ്ഥാനം അനീഷിൻ്റെ കൂടെയാണ് പറഞ്ഞു വിട്ടത്. ആദ്യം അവരെ കൂടെ ആയിരുന്നു. ഇപ്പം രണ്ടാമത് ലീവിന് വന്നിട്ട് 1 മാസം ചില്ലറ മാസം നിന്നിട്ട് ഭാര്യയുടെ അനിയത്തിയുടെ ഭർത്താവിൻ്റെ കൂടെയാണ്. അവർക്കാണെങ്കിൽ 3 ആൺപിള്ളേരാണ്, കൊച്ചു പിള്ളേരാണ്. ഒന്നാണെങ്കിൽ 1-ാം ക്ലാസ്സിൽ പഠിക്കുന്നത്, അതിൻ്റെ താഴെയുള്ളത് UKG പോകണം, അതിൻ്റെ താഴെയുള്ളത് ചെറുതാണ്. പക്ഷേ അഞ്ചത്തിയുടെ കൂടെയാണ് താമസിക്കുന്നത്. അഞ്ചത്തിയുടെ കൂടെ എന്ന് പറഞ്ഞാൽ അമ്മയുടെ അഞ്ചത്തിയുടെ മോളെ കൂടെയാണ്. അപ്പോൾ അത് ആ കൊച്ചിൻ്റെ ജീവിതം ഇല്ലാതാക്കി, എൻ്റെ ജീവിതം ഇങ്ങനെ ഇല്ലാതാക്കി. അപ്പോൾ ഞാൻ ഇനി ആർക്കും വേണ്ടി ഇനി ജീവിക്കും? പിന്നെ വേറെ ഒന്നും ചെയ്യാനില്ല. ഇവിടെ എത്രയും പെട്ടെന്ന് വന്നിട്ട് അപ്പം ഭാര്യ പറയുന്നത് എന്നെ വേണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ മോളടുത്ത് എന്താ ചോദിച്ചപ്പോൾ മോള് പറയുന്നത് എന്തെന്ന് വെച്ചാൽ ഇനി അമ്മയ്ക്ക് ഇനി അച്ഛനെ വേണ്ട, അതുകൊണ്ട് എന്തോ കാര്യം പറയുമ്പോൾ ഷിബു, അവൻ്റെ പേര് ഷിബു എന്നാണ്. ഭാര്യയുടെ കുഞ്ഞമ്മേരെ മോളെ പേര്, അവളെ പേര് സൗമ്യ, അവൻ്റെ പേര് ഷിബു ആണ്. അവന് ഗൾഫിൽ വണ്ടിയുടെ പണിയാണ്, മെക്കാനിക്കാണ്. അപ്പം പറയും എന്ത് കാരണവശാലും ഇനി ആ ഷിബുവിനെ വിട്ടുകൊടുക്കില്ലെന്നാണ് എൻ്റെ ഭാര്യ പറഞ്ഞത്, സുനിത പറയുന്നത്. അവരെ കുടുംബജീവിതം തകർത്ത് എൻ്റെ കുടുംബജീവിതം തകർത്ത് 6 വർഷം കൊണ്ട് ഞാൻ ഇപ്പോൾ ഒറ്റയ്ക്കാണ്. ഞാൻ 2011 സെപ്റ്റംബർ 28-ാം തീയതി ഞാൻ സൗദിയിൽ പോയി. ഞാൻ പോയി 1.5 വർഷം കഴിഞ്ഞിട്ടാണ് അവളെ അമ്മ കൊണ്ടുപോകാൻ എൻ്റെ അടുത്ത് വാക്ക് പറഞ്ഞിട്ട് എന്നെ എന്താ ഇപ്പം നാട്ടിലാണ്. അമ്മ എന്താ പറയാ, അമ്മയല്ലേ ഇതിനെല്ലാം, അമ്മയാണ് ഇതിലെല്ലാത്തിനും കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട്. എൻ്റെ മോള് +1 പഠിക്കാൻ. +1. ആരെ കൂടെ എന്ന് വെച്ചാൽ ഇത്രയും കാലമായിട്ട് ഈ 6 വർഷം കൊണ്ട് അച്ഛൻ്റെയും അമ്മയുടെയും സന്തോഷം സ്നേഹമൊന്നും കിട്ടിയിട്ടില്ല. എല്ലാം കുടുംബക്കാരുടെ വീട്ടിലാണ്. ആദ്യം 4-ാം ക്ലാസ് മുതൽ 9-ാം ക്ലാസ് വരെ ഭാര്യയുടെ അനുജത്തിയുടെ വീട്ടിലായിരുന്നു. അവിടെ മാറ്റി. ഇപ്പോൾ വന്നിട്ട് 10-ാം ക്ലാസ്സിൽ ഇപ്പം ജയിച്ചതിന് ശേഷം ആ ഭാര്യയുടെ മാമൻ്റെ വീട്ടിലായിരുന്നു. ഇപ്പം അവിടെ നിന്ന് ഇപ്പം മാറ്റി ഇപ്പം വേറെ ആക്കിയത്. ഇങ്ങനെ ഓരോ വീടുകളും മാറി നിൽക്കുകയാണ്. അപ്പോഴത്തേക്ക് അച്ഛൻ്റെ അമ്മയെ സ്നേഹം സന്തോഷം കിട്ടുന്നില്ല. അപ്പോൾ ഈ എനിക്ക് ഇവിടെ ഉണ്ട്. അവിടെ വീട് കുറ്റിച്ചലാണ്. അപ്പോൾ എൻ്റെ കുടുംബ വസ്തു വിറ്റിട്ടാണ് ഞാൻ 6 സെന്റ് സ്ഥലം ഭാര്യയുടെ കുറ്റിച്ചല് വാങ്ങിച്ചത്. അത് ഞാൻ ചോദിക്കുന്നത്, നിങ്ങളുടെ മകളെ നിങ്ങൾ എന്തുകൊണ്ട് കൂടെ താമസിപ്പിക്കുന്നില്ല? കൂടെ താമസിക്കാൻ പ്രായമായിരിക്കുന്ന മകളെ അച്ഛൻ്റെ കൂടെ കൊണ്ടുവരുമ്പോൾ നാണക്കേടുണ്ടാകും. അപ്പം അതിൻ്റെ ചുമതല അമ്മയ്ക്കാണല്ലോ. അമ്മയല്ലേ ഈ പ്രായപൂർത്തിയായ മോളെ നോക്കേണ്ടത്. എനിക്ക് എന്നും മോളെ നോക്കിയിട്ട് എനിക്കിരിക്കാൻ പറ്റും സാർ? അമ്മയല്ലേ ഇതിനെല്ലാം നോക്കേണ്ടത്. ഇപ്പൊ ആ കുട്ടി സുരക്ഷിതയാണോ? സുരക്ഷിതയാണ്, കുഴപ്പമില്ല. നിങ്ങൾ പൈസ കൊടുക്കുമോ? കുട്ടി മോൾക്ക് പൈസ കൊടുക്കുന്നുണ്ട്. നിങ്ങളൊന്ന് കാണാറുണ്ടോ? ഞാൻ ഇന്നലെ പോയി കണ്ടിരുന്നു. അപ്പോഴ് മോള് പറയുന്നത് എന്തേ ഇങ്ങനെ നടന്നാൽ പറ്റില്ല, അത് മോൾക്ക് അമ്മ വേണമെന്നാണ് പറയുന്നത്. അപ്പോൾ അവളിങ്ങനെ കണ്ടവരെ കൂടെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എൻ്റെ ജീവിതം എന്താണ് സാറേ? ഞാൻ 6 വർഷം കൊണ്ട് ഞാൻ ഇങ്ങനെ വേറെ ഒറ്റപ്പെട്ട് നടക്കുന്നത്. 10 ദിവസം കിടപ്പിലായി കഴിഞ്ഞാൽ ആരാണ് ഒരു ഗ്ലാസ് വെള്ളം തരാൻ, ഒരു നേരത്തെ ആഹാരം സ്വീകരിക്കാൻ തയ്യാറാണ്. പക്ഷേ ഭാര്യയ്ക്ക് വേണ്ടെന്നാണ് പറയുന്നത്. മോളടുത്ത് പറഞ്ഞത് നിൻ്റെ അച്ഛനെ എനിക്കിനി വേണ്ട എന്നാണ് അവൾ പറയുന്നത്. വേണ്ടെങ്കിൽ വന്നിട്ട് എന്തെങ്കിലും അതിന് തീരുമാനമാക്കിയിട്ട് അവളെ ഇഷ്ടത്തിന് പോകാൻ ഞാൻ സമ്മതമാണ്. അതെല്ലാം ഒരുമിച്ച് ജീവിക്കാനാണെങ്കിലും ഞാനും തയ്യാറാണ്. പക്ഷേ ഭാര്യ പറയുന്നത് നിങ്ങൾക്ക് എനിക്കിനി നിങ്ങളെ വേണ്ടെന്നാണ് പറയുന്നത്. സുനിൽകുമാറിൻ്റെ
വർത്തമാനത്തിൽ നിന്ന് മനസ്സിലാവുന്നത് സുനിത മറ്റൊരു ജീവിതം നയിക്കുന്നുണ്ട് എന്നാണ്. അതും മറ്റൊരു കുടുംബത്തോടെ ഒപ്പമാണ് എന്നുകൂടി നമ്മളെ ബോധ്യപ്പെടുത്തുമ്പോൾ നമുക്കതൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന പ്രസ്താവനയായിട്ടാണ് എനിക്ക് തോന്നിയത്. സ്വന്തം ജീവിതം സുരേഷിനോടൊപ്പം കഴിയാൻ താല്പര്യമില്ല എന്ന് മകളെ അറിയിച്ചിട്ടുണ്ട് എന്നും സുരേഷ് കുമാർ പറയുന്നു. ഇത്തരത്തിൽ സുരേഷ് കുമാറിനെ പൂർണ്ണമായി തിരസ്കരിച്ച ഒരു ഭാര്യയുടെ ചിത്രമാണ് അദ്ദേഹം നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. അവർക്ക് ഇദ്ദേഹത്തിനോട് ഒരു താല്പര്യവുമില്ല, ജീവിതം തുടർന്നു കൊണ്ടുപോകാനും ആഗ്രഹിക്കുന്നില്ല എന്ന് പറയുന്ന ഒരു ഭാര്യയാണ് സുനിത എന്ന നിലയിലാണ് ഇദ്ദേഹം നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. വളരെ വിചിത്രമായ ഒരാവശ്യവുമായാണ് സുരേഷ് നമ്മുടെ മുന്നിലെത്തിയിരിക്കുന്നത്. സാധാരണ നിലയിൽ ഈ കാലഘട്ടത്തിൽ ഒരു വ്യക്തി പറയാത്ത മഹത്തായ ഒരു വർത്തമാനമാണ് അയാൾ ധൈര്യങ്ങളോട് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞു, അവർ നാട്ടിൽ വരണം, നാട്ടിൽ വന്ന് എൻ്റെ കൂടെ താമസിക്കണം, ഭാര്യയായിട്ട് ഞാൻ അവരെ സ്വീകരിക്കാൻ തയ്യാറാണ്, സന്തോഷപൂർവ്വം അവരെ സ്വീകരിച്ച് സ്നേഹിച്ച് മകളുമൊത്ത് ജീവിക്കാൻ തയ്യാറാണ്. സാധാരണ ആൾ പറയില്ല വേറൊരാളുടെ കൂടെ ജീവിക്കുന്നു എന്ന്. അദ്ദേഹം തന്നെ പറയുന്ന ഒരു സ്ത്രീയെ കൃത്യമായ ബോധ്യമുള്ള ഒരു അവസ്ഥയെ കുറിച്ചറിയുന്ന ഒരാൾ നമ്മളോട് പറയുന്നു, ഞാൻ ആ സ്ത്രീയെ സ്വീകരിക്കാൻ തയ്യാറാണ്, എൻ്റെ ഭാര്യയായി സ്വീകരിക്കാൻ തയ്യാറാണ്, ഇനിയുള്ള കാലത്തിൽ സന്തോഷത്തോടു കൂടി അവരെ സുരക്ഷിച്ചും സ്നേഹിച്ചും കഴിയാൻ തയ്യാറാണ്. സാധാരണ പുരുഷന്മാർ പറയുന്നൊരിതല്ല. അവിടെ നിന്നും കടന്ന് ഒരു വ്യക്തി എങ്ങനെയാണ് ഇത്തരത്തിലുള്ള സാധാരണക്കാരനായ ഒരു വ്യക്തി ഇത്രയും വികാസമുള്ള മാനവികതയുടെ ഏറ്റവും ഉദാത്തമായ അവസ്ഥയിലേക്കുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാവുമെന്നാണ് ഞാൻ അത്ഭുതപ്പെട്ടത്. അദ്ദേഹം ഇപ്പോൾ പറയുന്നത്, ഇനി അവൾക്ക് എന്നെ വേണ്ട എന്ന് തീരുമാനിക്കുകയാണെങ്കിലും ഞാൻ അവളെ ഉപേക്ഷിച്ച് അവൾ നല്ല ജീവിതം നയിച്ചു. ഇതിലും കൂടുതൽ എന്താണ് ഒരു ഭർത്താവ് പറയാനുള്ളത്, ഒരു മനുഷ്യൻ പറയാനുള്ളത്? ഈ രണ്ട് വർത്തമാനങ്ങൾ പറയുന്നതോടുകൂടി നമ്മളെ സമൂഹത്തിലെ ഏറ്റവും വലിയ ഉന്നതരായിട്ടുള്ള മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന വ്യക്തികളെക്കാൾ അപ്പുറത്താണ് സുരേഷ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുക. നമുക്കധികം പേര് സുരേഷിനെ പോലെ കാണാനില്ല കേരളത്തിൽ. നമുക്ക് അത്തരത്തിലുള്ള ആളുകളില്ല സുരേഷിനെ പോലുള്ള ആളുകൾ. സുരേഷ് വലിയ മനുഷ്യനാണ് അങ്ങനെ പറയാൻ കഴിഞ്ഞത്. നിങ്ങൾക്ക് എത്ര കണ്ട് വിദ്യാഭ്യാസമുണ്ട്, എത്ര കണ്ട് വലിയ വലിയ പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ടെന്നും എനിക്കറിയില്ല. നിങ്ങൾ ഈ പ്രകൃതിയിൽ നിന്ന് പഠിച്ച പാഠങ്ങൾ, മനുഷ്യ ജീവിതത്തിൽ നിന്ന് പഠിച്ച പാഠങ്ങൾ വലുതാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവർ തീരുമാനിക്കട്ടെ. സുരേഷ്, നിങ്ങളുടെ ഭാഗം പറഞ്ഞു കഴിഞ്ഞു. നിങ്ങളുടെ ഭാഗം എല്ലാവർക്കും ബോധ്യപ്പെട്ട്, അവർക്കും ബോധ്യപ്പെട്ടു. ഇതിലും കൂടുതൽ മനുഷ്യന് പറയാനില്ല. ഞാൻ പറയുന്നത്, ഇനി അവൾക്ക് എന്തെങ്കിലും വേണ്ടെങ്കിൽ വന്നിട്ട് എന്റെ കാര്യത്തിന് തീരുമാനമാക്കിയിട്ട് അവൾക്ക് അവളെ ഇഷ്ടത്തിന് തീരുമാനത്തിൽ അല്ല ഞാൻ പറഞ്ഞു. അദ്ദേഹത്തിന് ബോധ്യമായി. നിങ്ങളെക്കുറിച്ച് എന്തൊക്കെ പറയണോ, നിങ്ങൾ എന്താണ് നിലപാടെടുത്തുള്ളതെന്ന് വളരെ വ്യക്തമായിട്ട് ഞാൻ അവരോട് പറഞ്ഞു. ഒരു മനുഷ്യത്വത്തിൻ്റെ കണികയുണ്ടെങ്കിൽ സുനിത ഇത് ശ്രവിക്കേണ്ടതാണ്, സുനിത തീരുമാനമെടുക്കേണ്ടതാണ്, സുനിത ബന്ധുക്കളിൽ ഇടപെട്ട് കാര്യങ്ങൾ അവസാനിപ്പിക്കേണ്ടതാണ്. തീർച്ചയായിട്ടും ഇതിനൊരു പരിഹാരം ഉണ്ടാവും സുരേഷ്. ഓക്കെ, കുവൈറ്റിലെ മലയാളികൾ ഇത് ശ്രവിക്കും. അബ്ബാസിയയിലാണ് അവർ താമസിക്കുന്നുണ്ടെങ്കിൽ അബ്ബാസിയയിൽ ധാരാളം മലയാളികളുള്ള സ്ഥലമാണ്, നമ്മളുടെ സംഘടനയുടെ ആളുകളുള്ള സ്ഥലമാണ്, നമ്മുടെ പ്രവാസ ലോകത്തിൻ്റെ ആളുകളുള്ള സ്ഥലമാണ്. തീർച്ചയായിട്ടും ഒരു പരിഹാരം ഉണ്ടാകും. എത്രയും പെട്ടെന്ന് വരുത്തി തീരുമാനം. ഈ ആഴ്ചയിലെ പ്രവാസ ലോകം ഇവിടെ സമാപിക്കുകയാണ്.